വിശുദ്ധ ഖുർആൻ പറയുന്നതിങ്ങനെ: പ്രസവവേദന അവരെ ഒരു ഈത്തപ്പനയുടെ അടുത്തേക്ക് പോകാൻ നിർബന്ധിതയാക്കി. അവർ പറഞ്ഞു, ഹാ, ഇതിനു മുമ്പ് തന്നെ ഞാൻ മരിക്കുകയും അശേഷം വിസ്മരിക്കപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായനെ. അപ്പോൾ അവരുടെ താഴ്ഭാഗത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, വ്യസനിക്കേണ്ട, നിന്റെ റബ്ബ് നിന്റെ താഴ്ഭാഗത്ത് ഒരു അരുവിയെ ആക്കിത്തന്നിരിക്കുന്നു. നിന്റെ അരികിലേക്ക് ഈത്തപ്പഴം വീണുകിട്ടുവാൻ നീ ഈത്തപ്പന പിടിച്ചുകുലുക്കുക, എന്നാൽ അത് നിനക്ക് പഴുത്ത് പാകമായ ഈത്തപ്പഴം വീഴ്ത്തിത്തരും. അങ്ങനെ നീ തിന്നുകയും കുടിക്കുകയും സന്തോഷത്താൽ കണ്ണ് കുളിർക്കുകയും ചെയ്തുകൊള്ളുക. ഇനി നീ മനുഷ്യരിൽ നിന്ന് വല്ലവരെയും കാണുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞേക്കണം: പരമകാരുണികനായ അല്ലാഹുവിന് വ്രതമനുഷ്ഠിക്കുവാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. ഞാനിന്ന് ഒരു മനുഷ്യരോടും സംസാരിക്കുകയില്ല തന്നെ. നോമ്പു നോൽക്കുന്നവർ സംസാരം ഉപേക്ഷിക്കുകയെന്ന സമ്പ്രദായം അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു. നോമ്പുകാരോട് ആരും സംസാരിക്കാൻ പോവില്ല. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, മറിയം ബീവി ചാരിയിരുന്നത് ഉണങ്ങിയ ഈത്തപ്പന മരത്തിലായിരുന്നു. അരുവി വറ്റി വരണ്ടതുമായിരുന്നു. ഈത്തപ്പന പെട്ടെന്ന് പച്ചയായി. പഴം കായ്ക്കുകയും ചെയ്തു. അരുവിയിൽ വെള്ളമൊഴുകി. പ്രസവം നടന്നു. നല്ല അഴകുള്ള കുഞ്ഞ്. കുഞ്ഞിനോട് എന്തെന്നില്ലാത്ത സ്നേഹം. മാതൃസ്നേഹം വഴിഞ്ഞൊഴുകി. ഇനി എന്ത്? എങ്ങോട്ടു പോവും? ബന്ധുക്കളുടെ അടുത്തേക്ക് മടങ്ങാം. എന്തും വരട്ടെ. സംരക്ഷകൻ അല്ലാഹുവാണ്.